രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ആകാംക്ഷ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. KR സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജു, ഇത്രയും നേരം ഇന്നത്തെ സഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. എപ്പോഴാണ് രാഹുൽ എത്തിയത്? അമൃത, ചോദ്യത്തിനുള്ള ഉത്തരം ലഭിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം നിയമസഭാ കവാടം പിന്നിട്ട് നിയമസഭയുടെ ഹാളിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഒരു മാസ് എൻട്രി രാഹുൽ മാങ്കൂട്ടം നടത്തുന്നു എന്നുള്ളതാണ് ഇന്ന് നമുക്കറിയാം. നിയമസഭയിൽ ചരമോപചാര ചടങ്ങുകൾ മാത്രമാണുള്ളത്. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത അതിർത്തിയുമായി പ്രതിപക്ഷ നേതാവ് നിലകൊള്ളുമ്പോഴും രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് കയറിപ്പോയി. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നിയമസഭാ കവാടത്തിലാണ്. ഈ കവാടത്തിലൂടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം മറ്റൊരു കാറിൽ അകത്തേക്ക് കയറി അല്പസമയം മുമ്പ് അകത്തേക്ക് കയറിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എടുത്തിരുന്ന നിലപാട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്കുള്ളിൽ കസ്റ്റഡി മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്താനുണ്ട്. ഒപ്പം CPM-ന്റെ തൃശൂരിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉയർത്തി വരും ദിവസങ്ങളിൽ കൊണ്ടുവരാനുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് പോകും. ഭരണപക്ഷം അതിനെ വലിയ ആയുധമാക്കി മാറ്റുകയും ഒക്കെ ചെയ്യും എന്നുള്ളതായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടം ആ അതൃപ്തിയെ അവഗണിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം തന്നെ അനുകൂലിക്കുന്ന ചില നേതാക്കളുമായി ആശയവിനിമയം നടത്തിയിരിക്കുന്നു. കോൺഗ്രസിൽ ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ടായിരുന്നു. അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോഴും സഭയ്ക്കുള്ളിൽ കോൺഗ്രസും പ്രതിപക്ഷവും സ്വീകരിക്കുന്ന സമീപനം രാഹുൽ മാങ്കൂട്ടം തങ്ങളിൽപ്പെട്ട ആളല്ല, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് സ്പീക്കർക്ക് ഔദ്യോഗികമായി കത്ത് നൽകിയതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുക എന്നത് ഉറപ്പാണ്. പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു. കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുത്ത സമീപനം മറ്റാരും എടുക്കാത്ത നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രേഖാമൂലം പരാതിയില്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾ എടുത്തു എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനെ രാഹുൽ മാങ്കൂട്ടം സഭയിലെത്തിയാൽ ദുർബലപ്പെടുമെന്ന അഭിപ്രായം പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ടായിരുന്നു. അദ്ദേഹം അത് മറ്റ് നേതാക്കളുമായി പങ്കുവയ്ക്കുകയും ആ അതിർത്തി അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അതിനിടയിലും രാഹുൽ മാങ്കൂട്ടം ആ അതിർത്തിയെ അവഗണിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അടക്കം എടുത്ത കടുത്ത നിലപാടിനെ മുഖം തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാജു, അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിലും സഭാ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് തന്നെ കരുതാമോ ഈ ഒരു ഘട്ടത്തിൽ? വരും ദിവസങ്ങളിൽ സഭാ സമ്മേളനങ്ങളിലേക്ക് പങ്കെടുക്കുമോ എന്നതും രാഹുൽ മാങ്കൂട്ടം തന്നെ നിശ്ചയിക്കേണ്ടതാണ്. ഇന്നത്തെ ദിവസത്തിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, അതുപോലെ തന്നെ മുൻ UDF കൺവീനർ PP തങ്കച്ചൻ, വാഴൂർ സോമൻ MLA എന്നിവർക്കുള്ള ചരമോപചാരം അർപ്പിക്കുന്ന, അവർക്ക് സഭ അനുസ്മരിച്ചുകൊണ്ട് പിരിയുന്ന ദിവസമാണ്. അതായത് ഏതാണ്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കൊണ്ട് ഇന്നത്തെ നിയമസഭാ നടപടികൾ അവസാനിക്കും. ആ സമയത്തെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിലേക്ക് ആദ്യം എത്തുന്ന ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ആകാംക്ഷയും. അവിടെ ഭരണപക്ഷം എന്ത് സമീപനം സ്വീകരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അവിടെയാണ് ഒരു പ്രതിഷേധത്തെ മറികടക്കുക എന്ന നിലയിലുള്ള തന്ത്രം രാഹുൽ മാങ്കൂട്ടം സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം അടൂരിലെ വസതിയിൽ നിന്നും മാറിയിരുന്നു. മറ്റൊരു കേന്ദ്രത്തിലേക്ക്, നിയമസഭാ MLA ഹോസ്റ്റലിലേക്ക് പോകാതെ മറ്റൊരു കേന്ദ്രത്തിൽ താമസിച്ച ശേഷമാണ് അദ്ദേഹം ഇന്ന് നിയമസഭയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ലൈംഗിക ആരോപണ വിവാദങ്ങളെ തുടർന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത്. പിന്നീട് ഈ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം നടപടിയിലേക്ക് പോവുകയായിരുന്നു. പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുന്ന വിവരം സ്പീക്കറെ രേഖാമൂലവും ഒക്കെ അറിയിച്ചിരുന്നു. ഇതോടുകൂടി ഇന്ന് സഭയിലെത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേക ബ്ലോക്കായിട്ടാണ് ഇരിക്കുക എന്ന് സ്പീക്കർ AN ഷംസീർ ഇന്നലെ തന്നെ വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സഭയിലെത്തിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേക ബ്ലോക്കായി പ്രതിപക്ഷ നിരയുടെ ഏറ്റവും പിന്നിലായി ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത. അപ്പോഴും രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് എത്തുകയാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ നേരത്തെ രണ്ട് അഭിപ്രായമുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തുന്നത് ഗുണം ചെയ്യില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കടുത്ത നിലപാട്. എന്നാൽ പാലക്കാട് MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിറവേറ്റാം, സ്വന്തം നിലയ്ക്ക് സഭയിൽ വരുന്നതിനെ തടയേണ്ടതില്ല എന്ന അഭിപ്രായം A ഗ്രൂപ്പ് അടക്കം സ്വീകരിച്ചിരുന്നു. ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം നിയമസഭയ്ക്കുള്ളിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം ഒരു മാസ് എൻട്രി എന്ന നിലത്തിൽ തന്നെ ഇതിനെ കണക്കാക്കുകയും ചെയ്യുന്നു. കാരണം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് പോലും ഇന്ന് സഭയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. നേതാക്കളെല്ലാം ആശയക്കുഴപ്പത്തിലാണ് നിന്നിരുന്നത്. സഭാ നടപടികൾ ആരംഭിച്ചതിന് ശേഷം ഏതാണ്ട് 15-16 മിനിറ്റ് പിന്നിടുമ്പോഴാണ് നിയമസഭയിലെ കവാടത്തിലേക്ക് സഭാ നടപടികൾ ആരംഭിച്ച ഒരു 15-16 മിനിറ്റുകൾ കഴിഞ്ഞാണ് ഈ സഭാ കവാടത്തിലേക്ക് രാഹുൽ